മൊബൈൽ ഫോണിന്റെ വോളിയം ബട്ടൺ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വോളിയം കൂട്ടുന്നതിന് വേണ്ടിയും വോളിയം കുറക്കുന്നതിന് വേണ്ടിയുമാണ്. എന്നാൽ മൊബൈൽ ഫോണിന്റെ വോളിയം കൊണ്ട് നമുക്ക് ചില ടിപ്സുകൾ ഉണ്ട് ചെയ്യാൻ. വാട്സപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനും മൊബൈൽ ഫോണിന്റെ വോളിയം ബട്ടൺ കൊണ്ട് നമുക്ക് സാധിക്കും. കൂടാതെ നമുക്ക് ഒരു ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ടെക്സ്റ്റിന്റെ കൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഈ മൊബൈൽ ഫോണിന്റെ വോളിയം ബട്ടൺ കൊണ്ട് നമുക്ക് സാധിക്കും. അത്തരത്തിൽ വോളിയം ബട്ടൺ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില ടിപ്സുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. മൊബൈൽ ഫോണിന്റെ വോളിയം ബട്ടൺ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ടിപ്സുകൾക്ക് നമ്മൾ 2 ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ആദ്യമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കാനോട്ട് എന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ വോളിയം ബട്ടൺ ഒന്ന് എത്ര തവണ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓഫ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് മൊബൈൽ ഫോണിൻ്റെ വോളിയം ബട്ടണിലെ അപ്പ് ബട്ടണോ അല്ലെങ്കിൽ ഡൗൺ ബട്ടണോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ലോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ അതിനുവേണ്ടി അപ്പ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് 2 തവണ ഇവിടെ ലോക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ 2 തവണ ഈ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ 2 ആരോ മാർക്ക് വന്ന് കാണാൻ സാധിക്കും. തുടർന്ന് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഈ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് 2 തവണ ഞാൻ പ്രസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നേരത്തെ പോലെ തന്നെ 2 അപ്പ് ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. തുടർന്ന് താഴെ കാണുന്ന കൺഫേം നൽകി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആവശ്യപ്പെടും. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് താഴെ ഭാഗത്ത് അതിന് എന്തെങ്കിലും ഒരു ആൻസർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് യൂസേജ് ആക്സസിന് വേണ്ടിയിട്ട് ഒരു പെർമിഷൻ നമ്മൾ അലോ ചെയ്യേണ്ടതുണ്ട്. താഴെ കാണുന്ന ഗ്രാൻഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ നൽകുക. തുടർന്ന് നമുക്ക് ആ ഒരു ഗ്രാൻഡ് പെർമിഷൻ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ആപ്ലിക്കേഷൻ്റെ കാനോട്ട് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ നൽകി ആ ഒരു ആക്സസ് നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാം. ഇത്രയും ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്ക് ഫിനിഷ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് ഓക്കെ നൽകാം. ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത നമുക്ക് കാനോട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ആപ്ലിക്കേഷൻ നമുക്ക് എന്തെങ്കിലും നോട്ട്സുകൾ എഴുതി വെക്കാൻ സാധിക്കും. അതായത് ആരെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു നോട്ട്സ് ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. തുടർന്ന് നമ്മൾ ലോക്ക് ചെയ്ത ആ ഒരു വോളിയം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എത്ര തവണയാണോ നിങ്ങൾ പ്രസ് ചെയ്തെങ്കിൽ അത്ര തവണ നിങ്ങൾ ഇതുപോലെ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ലോക്ക് ചെയ്ത് വെക്കേണ്ടെങ്കിൽ, അതായത് ഈ ഒരു വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ആപ്ലിക്കേഷനാണ് ലോക്ക് ചെയ്ത് വെക്കേണ്ടതെന്ന് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന ആപ്പ് ലോക്ക് എന്ന് കാണുന്ന ഭാഗം നമ്മൾ എനേബിൾ ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ലോക്ക് ചെയ്ത് വെക്കേണ്ടതെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന ഈ ലോക്ക് ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ കാണിച്ചിരുന്നതിന് വേണ്ടി വാട്സപ്പാണ് ലോക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വാട്സപ്പിന് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ലോക്ക് ബട്ടൺ ഗ്രീൻ കളറിലേക്ക് മാറിയത്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷനുകൾ ഏതാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വേണമെങ്കിൽ അത്തരം ആപ്ലിക്കേഷനുകളെല്ലാം ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെയായിരിക്കും. ബ്ലാങ്ക് ആയ രീതിയിലായിരിക്കും നമുക്ക് വാട്സപ്പ് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മുടെ സ്ക്രീനിൽ എന്ത് തന്നെ കാണിച്ചാലും ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഇരുണ്ട നിറത്തിലായിരിക്കും നിങ്ങളുടെ സ്ക്രീൻ കാണാൻ സാധിക്കുക. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ആ വോളിയം ബട്ടൺ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച ആ ഒരു വോളിയം ബട്ടൺ ഇതുപോലെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പ് ഓപ്പണായി വന്നത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ വാട്സപ്പ് ആരും എടുത്തു നോക്കുന്ന സമയത്ത് ഒരിക്കലും വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അതൊരു ലോക്കാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ നമുക്ക് അത് പ്രത്യേകമായി ലോക്ക് ചെയ്ത് വെക്കാൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിൽ വാട്സപ്പ് മാത്രമല്ല മറ്റേത് ആപ്ലിക്കേഷനും ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ടിപ്സ് കൂടി പരിചയപ്പെടാം. അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൽ ഇതുപോലെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഈ ഒരു കൈസർ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ഈ ഒരു കൈസർ, അതായത് ഈ ഒരു ടെക്സ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് കാണുന്ന ഈ ഒരു ഐക്കൺ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഇതുപോലെ വിരൽ കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ ഇനി നമുക്ക് ഈ ഒരു വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് ചെയ്യുന്ന ആ ഒരു വേർഡിനിടയിലേക്ക് ആ ഒരു ടെക്സ്റ്റ് കൈസർ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. സ്റ്റാർട്ട് സർവീസ് എന്ന ആ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് കാണുന്ന സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ടൈപ്പിംഗ് കൺട്രോൾ എന്ന് കാണുന്ന ആ ഒരു ഭാഗം നമ്മൾ ഓഫായിരിക്കും, അത് ഓൺ ചെയ്ത് കൊടുക്കുക. തുടർന്ന് കാണുന്ന ഓക്കെ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ തുടർന്ന് താഴെ കാണുന്ന പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്ലിക്കേഷനിൽ ടെക്സ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കഴ്സർ വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. നിങ്ങൾ IMO വഴി ചാറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ്. അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിൽ ഞാനിവിടെ വാട്സപ്പാണ് സെലക്ട് ചെയ്തത്. വാട്സപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ഓക്കെ നൽകി കൊടുത്തു. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൻ്റെ ഈ ഒരു കഴ്സർ ഞാൻ ആവശ്യമുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ഈ വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, ഞാൻ ആ വോളിയം ബട്ടൺ ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇടത് ഭാഗത്തേക്കും, അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വലത് ഭാഗത്തേക്കും ഇങ്ങനെ ചലിച്ചു പോകുന്നത് കാണാൻ സാധിക്കും. തുടർന്ന് ആവശ്യമുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്പേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ തിരികെ കയറ്റാനോ എല്ലാം ഈ ഒരു വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ 2 ആപ്ലിക്കേഷനുകളാണ്. ഈ 2 ആപ്ലിക്കേഷനുകൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലേക്കും കൂടി കാണും. നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.